ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിസിഷൻ എടുക്കുന്നത് നമ്മളാണെങ്കിൽ അത് പാളിയാലും ഇല്ലെങ്കിലും നമുക്കത് എഫക്റ്റ് ചെയ്യില്ല. ഒന്ന്, അത് എന്റെ തീരുമാനമായിരുന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്, അത് വേണ്ട, അത് ഞാൻ ചെയ്തത് ശരിയാവില്ല. അല്ലെങ്കിൽ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്ത സിനിമ മോശമായി, അത് ഞാനാണ് വേണമെന്ന് വെച്ചത്, അത് ഞാൻ ചെയ്യേണ്ട സിനിമയാണ്, അത് സംഭവിച്ചു. നമ്മുടെ അടുത്തേക്ക് എത്തേണ്ട ചില സിനിമകൾ എത്താതിരിക്കുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് എന്റെ ഏറ്റവും പ്രശസ്തമായ എന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഫോൺ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പല സമയങ്ങളിലും എന്നെ ആളുകൾ വിളിക്കുമ്പോ കിട്ടാറില്ല. മാനേജർ വിളിക്കുമ്പോഴും കിട്ടൂല. ഫോൺ എടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. നമ്മൾ വിളിക്കുമ്പോൾ നമുക്കും അതൊക്കെ എല്ലാവർക്കും ഉണ്ട്. ഞാൻ ജിസുവൊക്കെ ആയിട്ട് പല സമയങ്ങളിൽ ജിസ് 20 മിനിറ്റ് ഒക്കെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. അതങ്ങനെയാണോ? അതെന്റെ ഒരു പടത്തിൽ പറഞ്ഞല്ലോ, എന്റെ മെയ്ക്കിന്റെ പ്രശ്നമായിരിക്കും. ഞാനത് ആ ഒരു സ്വഭാവം, അതൊരു സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ മിസ്സായിട്ടുണ്ട്. അത് പല സിനിമകളുടെയും 100ാം ദിവസം ആഘോഷിക്കുമ്പോ അവിടെ പോയി അവരുടെ കൂടെ ആഘോഷിച്ച് കുത്തി പറഞ്ഞ് നിൽക്കുമ്പോ ഒരു മൊമെന്റിൽ മാറ്റി നിർത്തിയിട്ട് ഇതിലേക്ക് നിന്നെയാണ് ആദ്യം വിളിച്ചത് എന്ന് പറയുമ്പോ എനിക്ക് വിഷമമുണ്ടായിരുന്നു. അതൊരു വിഷമം. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് 1.5-2 വർഷമായിട്ട് അതിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പൊ കിട്ടാത്ത ഒരു വൈഫിനെ വിളിക്കാം. ഓക്കെ, ഈ പടത്തിന്റെ ഒരു എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോ നമുക്കൊരു സീക്വൽ നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? കാരണം ഒബ്വിയസ്ലി ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ആണ് ആദ്യം തന്നെ. അപ്പൊ ഈ സീക്വൽ ഇറങ്ങുന്ന പടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്, എക്സ്പെക്ടേഷൻ കൂടും. അപ്പം അതെങ്ങനെ കീപ്പ് ചെയ്യും എല്ലാവരും? ഈ സിനിമയുടെ തലവന്റെ പ്രൊമോഷൻസ് ഞങ്ങൾ വന്നിരുന്നപ്പോ ഞങ്ങള് വളരെ ഒരാൾ പോലും, ബിജുവേട്ടനായാലും ആസിഫ് ആരും ഈ സിനിമയെ കുറിച്ച് വലിയത് പറയരുത്, അങ്ങനെ പറയുന്ന ഒരു സമ്പ്രദായത്തോട്, കോടികളുടെ കണക്കിനോട് ഒന്നും നമുക്ക് യാതൊരു രീതിയിലും അതൊന്നുമല്ല സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ടത്. സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ആ സിനിമയാണ്. ആ സിനിമ സംസാരിക്കും. അത് എത്ര കുറച്ച് ഓടിയും കണ്ടാലും സിനിമ നല്ലതാണെങ്കിൽ മാറ്റിനേക്കും, അതിലൊരു തർക്കമില്ല കേട്ടോ. ഞാൻ എന്റെ സൺഡേ ഹോളിഡേയിലും വിജയ് സൂപ്പറിലും ഒക്കെ ഇത് കണ്ടാണ്. വിജയ് സൂപ്പർ ഒന്ന് ഇറക്കുമ്പോൾ റിലീസ് ചെയ്യാനായിട്ട് മെയിൻ സെന്ററിൽ തിയേറ്റർ പോലും ഇല്ലായിരുന്നു, പ്രത്യേകിച്ച് എറണാകുളം പോലെ സ്ഥലത്ത്. അപ്പൊ അത് നമ്മൾ കണ്ടതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പൊ തലവൻ 2 ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം. നമ്മൾ ഒന്നും പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ ആൾക്കാർ ഇതിന്റെ ഒരു സീക്വൽ എന്നുള്ള രീതിയിൽ അത്രയും തന്നെ ഇപ്പൊ എന്ത് ഹാർഡ് വർക്ക് ആണോ എടുത്തത്, ഞങ്ങൾ എല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാവരും അതിന്റെ 3 times ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. പക്ഷെ അത് സംഭവിക്കണം എന്നാണ് ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് ചെയ്തതിന്റെ എല്ലാത്തിന്റെയും 3 times അത് മനസ്സിലാവുന്ന